ഇവിടെ നല്ല മഴയാണ് കേട്ടോ. നമ്മുടെ തോട് നിറഞ്ഞ് വെള്ളം ഒഴുകുന്നുണ്ട്. നല്ല തണുത്ത വെള്ളം ഇങ്ങനെ ഒഴുകുന്നതിൻ്റെ ശബ്ദം എനിക്ക് അടുക്കളയിൽ നിൽക്കുമ്പോൾ കേൾക്കാം കേട്ടോ. അപ്പം തോട്ടിൽ പോയി ഒരു കുളിയൊക്കെ പാസ്സാക്കി, താളിയൊക്കെ തേച്ച് ഒരു കുളിയൊക്കെ പാസ്സാക്കിയിട്ടുണ്ട് ഇന്ന് ഞങ്ങൾ. അപ്പോൾ എല്ലാവരെയും വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ, ഇന്നൊരു ശനിയാഴ്ച ദിവസമായിരുന്നു കേട്ടോ. രാവിലെ എണീറ്റ് വന്നതേ മുഖമൊക്കെ ഒന്ന് കഴുകി കുറച്ച് മുഖത്ത് ഒരു മോയ്സ്ചറൈസറൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാറുള്ളത്. പിന്നെ എഴുന്നേറ്റ് വന്നതേ കണ്ടത് ഇതാണ് കേട്ടോ. ഇത് നമ്മുടെ ഷാൻഡി ചേച്ചിയുടെ ഹസ്ബൻഡ് മുംബൈയിൽ നിന്ന് വന്നപ്പോഴത്തേക്കും അവിടെ ഞങ്ങളുടെ സാധനങ്ങളൊക്കെ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നല്ലോ. അപ്പോൾ ചേട്ടൻ നാട്ടിലേക്ക് വന്നപ്പം അതിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഇങ്ങ് പോകുന്നത്. മെയിനായിട്ട് നിവാങ്കുഞ്ഞിൻ്റെ സൈക്കിളും അവൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെയാണ്. പിന്നെ എൻ്റെ നെയിൽ പോളിഷ്, ഇതൊക്കെ ഞാൻ അവിടെ ഇട്ടിട്ട് പോകുന്നപ്പോൾ ഒത്തിരി സങ്കടപ്പെട്ടാണ് കേട്ടോ ഇട്ടിട്ട് പോകുന്നത്. ചേച്ചിയാണെങ്കിൽ ചോദിക്കുകയും ചെയ്തു, ഇതെല്ലാം നീ എന്തിനു വാരിക്കെട്ടി നാട്ടിൽ കൊണ്ടുപോകുന്നത്, അവിടെ ചെന്നിട്ട് മേടിക്കാൻ പാടില്ലേ എന്ന് എന്നോട് ചോദിച്ചു കേട്ടോ. എനിക്കങ്ങനെ കുഞ്ഞ് നെയിൽ പോളിഷ് ആണെങ്കിലും കളയുന്നതൊന്നും എനിക്കിഷ്ടമില്ല കേട്ടോ. ചീത്തയായി കളയും, ഓക്കെ. അതല്ലാണ്ട് ചില സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ സൂക്ഷിച്ച് വെക്കില്ലേ, അതുപോലത്തെ ഒരു സ്വഭാവം എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ അതാ നിവാങ്കുഞ്ഞിൻ്റെ വണ്ടിയും അവൻ്റെ ബാഗും പിന്നെന്താണ് അവൻ്റെ കുറേ ഷൂസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചേട്ടൻ കൊണ്ട് തന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതെല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് വേണം നമുക്ക് എടുത്തു വെക്കാനായിട്ട്. അപ്പോൾ ഇന്ന് രാവിലെ ഉപ്പുമാവാണ് കേട്ടോ. ഇന്ന് ക്യാരറ്റ് അരിഞ്ഞിടാതെ ഗ്രേറ്റ് ചെയ്തിട്ടിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ട് കടുകൊക്കെ പൊട്ടിച്ച് കുറച്ച് സവോളയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് വഴറ്റി നമ്മുടെ ക്യാരറ്റും കൂടെ ഇട്ട് വെള്ളം ഒഴിച്ച് കുറച്ച് പാലും കൂടി ഒഴിക്കുന്നുണ്ടായിരുന്നേ. അതൊക്കെ ഒന്ന് നല്ലപോലെ തിളച്ച് വരുമ്പോഴത്തേക്കും ഉപ്പും കൂടി ഇട്ട് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന റവയും കൂടെ ചേർത്ത് കൊടുക്കും കേട്ടോ. ഞാൻ കടയിൽ നിന്ന് നമ്മുടെ പാക്കറ്റിലൊക്കെ ചിലപ്പോൾ വറുത്ത റവ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഞാനത് ഒന്നും കൂടെ വറക്കും കേട്ടോ. അങ്ങനെ എടുക്കാറുള്ളത്. അങ്ങനെ നമ്മൾ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ആ നിവാങ്കുഞ്ഞിൻ്റെ സൈക്കിളൊക്കെ ഒന്ന് കഴുകി എടുത്ത് വെക്കണം. ഉപ്പുമാവിന് നമുക്ക് ചെറുപഴമാണ് കേട്ടോ. അപ്പോൾ ചെറുപഴവും ഉണ്ട്, പപ്പടവും ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൂട്ടി ഉപ്പുമാവൊക്കെ കഴിക്കാമെന്ന് ഓർത്തുകൊണ്ടാണ്. നിവാങ്കുഞ്ഞ് എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇന്ന് അച്ഛൻ വീട്ടിലുള്ള ദിവസമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ 3 പേരും ഉള്ള ദിവസം അച്ഛൻ രാവിലെ കൊണ്ട് വിട്ടോളും, നിവാനെ സ്കൂട്ടി കൊണ്ടുവിടും കേട്ടോ. അത് വലിയ ഇഷ്ടമാണ്. പിന്നെ തിരിച്ച് വന്നിട്ട് നിവാനെ അംഗൻവാടി വിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ബെഡ്ഷീറ്റൊക്കെ കഴുകാനുണ്ട്. അപ്പോൾ തോട്ടിൽ പോയി അലക്കി കയറി വരാമെന്ന് ഓർത്തുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇത് ചേട്ടൻ അവിടെ നിന്ന് കൊണ്ടുവന്ന പാത്രങ്ങളൊക്കെയാണ്. നമ്മൾ ബറാഡിയിൽ വെച്ച് നമ്മളൊരു മിക്സിയൊക്കെ വാങ്ങിച്ചിട്ടില്ലായിരുന്നോ, പഴയ എൻ്റെ വീഡിയോയിൽ വ്ളോഗിനകത്ത് കിടപ്പുണ്ട്. നമ്മളവിടെ വെച്ചൊരു പുതിയ മിക്സി മേടിച്ചായിരുന്നു. അതിൻ്റെ ജാറൊക്കെ ഒന്ന് തേച്ച് കഴുകി എടുത്ത് വെക്കുവാണ്. പിന്നെ നമ്മുടെ ചപ്പാത്തിക്കോല്, അങ്ങനെ കുറേ ചെറിയ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തേച്ച് കഴുകി വെള്ളം പോകാനായിട്ട് മാറ്റി വെച്ചു കേട്ടോ. പിന്നെ നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോഴത്തേക്കും ഞാൻ കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അതെല്ലാം തിളച്ച് വന്നപ്പോഴത്തേക്കും നമ്മുടെ റവയും കൂടി ഇട്ട് ഉപ്പുമാവ് ഇവിടെ ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിൻ്റെ ഇച്ചിരി വെള്ളം കൂടിപ്പോയതുപോലെ എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ ഞാനത് കുറച്ച് നേരം തീ കുറച്ചിട്ടിട്ട് അങ്ങ് വറ്റിച്ച് എടുക്കുക ചെയ്തേ. അപ്പോഴേക്കും നിവാങ്കുഞ്ഞ് എഴുന്നേറ്റ് വന്നു കേട്ടോ. നിവാങ്കുഞ്ഞ് എഴുന്നേറ്റ് വന്നതേ ഈ സാധനങ്ങളൊക്കെ കണ്ടു കേട്ടോ. സൈക്കിൾ ഞാൻ മാറ്റി വെച്ചെങ്കിലും അതും കണ്ടുപിടിച്ചു. എവിടെ പോണേ? രാമയ്യയുടെ അടുത്ത് പാല് മേടിക്കാൻ പോണ പാത്രം. എങ്ങനെ ഇവിടെ വന്ന് ആരാ കൊണ്ടുവന്നേ? അമ്മയോ? അമ്മല്ല, പപ്പ. അപ്പൊ എന്നായിരുന്നു ഷാൻഡി ചേച്ചിയുടെ ഹസ്ബൻഡിനെയാണ് കേട്ടോ നിവാങ്കുഞ്ഞ് പപ്പ എന്ന് വിളിക്കുന്നത്. അപ്പം നിവാങ്കുഞ്ഞ് എല്ലാ കഥയും പറയുവാണ് കേട്ടോ. സാധനങ്ങളെല്ലാം കൊണ്ടുവന്നു. അവൻ്റെ വണ്ടിയെല്ലാം അവന് പിറക്കി കട്ടിലയിൽ അടുക്കി വെച്ച് കേട്ടോ. അവൻ അവിടെ കട്ടിലയിൽ അടുക്കി വെച്ചിട്ട് അവിടെ നിന്നും കളിച്ചോളൂ കേട്ടോ. കട്ടിലേ കയറിയിരുന്ന് കളിക്കാൻ പറഞ്ഞാലും ആൾ കേൾക്കില്ല. അവിടെ നിന്നിട്ട് ഇങ്ങനെ ഇങ്ങേ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ ഓടിക്കും. പിന്നെ അവിടെ പാർക്ക് ചെയ്യും, ആ വണ്ടി കഴുകും, വണ്ടി അവൻ്റെ ഏതെങ്കിലും ടർക്കി എടുത്ത് മൂടിയിടും. അങ്ങനെയാണ് കേട്ടോ ആളുടെ കളി. പിന്നെ അവിടെ അടങ്ങി ഒതുങ്ങി നിന്നോളും. പിന്നെ ഇപ്പുറത്തെ ജനലിൽ കൂടെ എനിക്ക് കാണാം ഒരു നോട്ടമുണ്ട്. ഞാനങ്ങനെ ആ റൂമിൽ കൂടെ പണിയെടുത്ത് നടന്നാലും ഞാൻ എപ്പോഴും നോക്കിക്കൊണ്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അവിടെ നിന്നുള്ള കളിയൊക്കെ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് നിവാങ്കുഞ്ഞ് പോയി അവൻ്റെ സൈക്കിളെല്ലാം എടുത്തുകൊണ്ട് വന്നു കേട്ടോ. ഞാനാണെങ്കിൽ എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് സമ്മതിക്കുന്നുമില്ല. പിന്നെ 2 കൈ കൊണ്ടും വലിച്ചുന്തി അകത്ത് അവൻ്റെ ആ കട്ടിലിൻ്റെ സൈഡിൽ കൊണ്ട് തന്നെ ഇടാൻ വേണ്ടിയിട്ടാണ് ഉള്ള പണിയാണ് കേട്ടോ നോക്കുന്നത്.
പിന്നെ നിവാങ്കുഞ്ഞിന് കാപ്പിയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അവനെ കളിച്ച സമയത്ത് ഞാൻ അടിച്ചു വാരി അത്യാവശ്യം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് നിവാങ്കുഞ്ഞിനെ അംഗൻവാടി കൊണ്ടുവിടുവാണ്. അപ്പോൾ സ്കൂട്ടിയിൽ പോകുന്ന കാരണം ആളിന്ന് കരഞ്ഞില്ല കേട്ടോ, ഭയങ്കര ചിരിച്ച് കളിച്ചാണ് പോയത്. അങ്ങനെ നിവാങ്കുഞ്ഞിനെ അംഗൻവാടിയിൽ നിന്ന് വിട്ടിട്ട് വന്നിട്ട് പിന്നെ കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം റൂമും ഹാളും എല്ലാം കൂടി ഒന്ന് വൃത്തിയായിട്ട് അടിച്ചു വാരി, എല്ലാം ഒന്ന് അടിച്ചു വാരിയിട്ട് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് എടുത്തിട്ട് കഴുകാമെന്ന് ഓർത്തുകൊണ്ടാണ്. പിന്നെ എല്ലാം ഒന്ന് അടുക്കി പെറുക്കി മൊത്തത്തിലൊന്ന് അടിച്ചു വാരിയിട്ട് തുടച്ചും കൂടി ഇട്ടിട്ട് പോകാമെന്ന് ഓർത്തുകൊണ്ടാണ് കേട്ടോ തോട്ടിൽ. അപ്പം ഞാനെല്ലാം അപ്പുറത്തെ റൂമിൽ കിടന്ന കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു ഉണങ്ങിയത്, അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് ഷെൽഫിൽ വെച്ചു. പിന്നെ നമ്മുടെ തലയണയുടെ കവറൊക്കെ ഒന്ന് മാറ്റി കേട്ടോ. അപ്പം പുതിയ തലയണ കവറൊക്കെ എടുത്തിട്ട് പഴയതൊക്കെ അലക്കാൻ എടുത്തിട്ട് കേട്ടോ. പിന്നെ നമ്മുടെ കിച്ചൺ ഒന്ന് ഓർഗനൈസ് ചെയ്യണമെന്ന് എനിക്കുണ്ട്. എല്ലാം ഒന്ന് കുറച്ചുകൂടെ ഒന്ന് നീറ്റായിട്ട് കുറച്ച് പ്ലാന്റ്സും അങ്ങനെയൊക്കെ വെച്ചിട്ട് കുറച്ച് നല്ലൊരു ഭംഗിയാക്കണം എന്ന് എനിക്കുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ പൊടികളൊക്കെ ഇപ്പം ഇട്ട് വെച്ചിരിക്കുന്നത് ഒരു ബക്കറ്റിനകത്തല്ല, എല്ലാം കൂടെ ഒരു ബക്കറ്റിനകത്താണ് കേട്ടോ ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്കത് എടുക്കാനും പാടാണ്, പെട്ടെന്ന് ചീത്തയായി പോവുകയും ചെയ്യും കേട്ടോ. അപ്പം ഞാൻ പൊടികളൊക്കെ ഇട്ട് വെക്കാനായിട്ട് നമ്മുടെ കണ്ടെയ്നറില്ലേ, അതിൻ്റെ ഒരു സെറ്റ് മീഷോയിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം അത് 20-ാം തീയതി മറ്റോ അത് വരും കേട്ടോ. അപ്പം അത് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു കിച്ചൺ ഓർഗനൈസേഷൻ വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് ഓർത്തുകൊണ്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പം ഞാൻ ആ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റിയിട്ട് നിവാങ്കുഞ്ഞു ശൂശു വെച്ച് ഈ ബെഡിൻ്റെ കോലം കെട്ടതാണ് കേട്ടോ. അപ്പം ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ആ ബെഡ് എടുത്തിട്ട് വെയിലത്തൊക്കെ ഇട്ട് ഉണങ്ങിയെടുത്ത് വെച്ചായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ബെഡൊക്കെ സെറ്റ് ചെയ്തു, പുതിയ തലയണ കവറൊക്കെ ഇട്ട് തലയണയൊക്കെ എടുത്ത് വെച്ചു. അലക്കാനുള്ള ബെഡ്ഷീറ്റുമായിട്ട് വെളിയിലേക്ക് പോവുകയാണ് കേട്ടോ. പിന്നെ വന്നിട്ട് ഒന്നുകൂടെ തൂത്തുവാരി തുടച്ചായിരുന്നു കേട്ടോ. കട്ടിലിൻ്റെ അടിയെല്ലാം ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി കേട്ടോ. പിന്നെ മാതാവും പ്രാർത്ഥനാ പുസ്തകവും ഞാൻ ആ ഒരു കട്ടിലിൻ്റെ ആ മൂലയ്ക്കായിട്ടാണ് വെക്കുന്നത്. എനിക്ക് എടുക്കാൻ എപ്പോഴും എളുപ്പത്തിന്, രാത്രി കിടക്കാൻ നേരം എടുക്കാനും പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിട്ട് എണീക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എടുക്കാൻ എളുപ്പത്തിന് ഞാൻ അത് അവിടെയാണ് കേട്ടോ വെക്കുന്നത്. പിന്നെ ചവിട്ടിയൊക്കെ കുടഞ്ഞിട്ട് ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് ക്ലീൻ ചെയ്ത് അടുക്കി പെറുക്കി ചെന്നപ്പോഴാണ് പഴയ കട്ടിലിൻ്റെ അടിയിൽ ഒരു ട്രോളിക്കകത്ത് എൻ്റെ പഴയ കുറേ സർട്ടിഫിക്കറ്റൊക്കെ ഇരിക്കുന്നത് കേട്ടോ. അതൊക്കെ ഒന്ന് എടുത്ത് നോക്കി. ഇത് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പം NCCയിൽ ഉണ്ടായിരുന്ന എൻ്റെ സർട്ടിഫിക്കറ്റാണ് കേട്ടോ. പിന്നെ ഇതെൻ്റെ BEdൻ്റെ സർട്ടിഫിക്കറ്റ്, ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ്, അതൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്ത് മടക്കി വെച്ചു കേട്ടോ. പിന്നെ ഇതിനകത്ത് എനിക്ക് BEdന് പഠിക്കുമ്പം സൈക്കോളജിക്ക് എനിക്ക് A+ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റായിരുന്നു സൈക്കോളജി. അപ്പോൾ ഞാൻ സൈക്കോളജിക്ക് എനിക്ക് നല്ല മാർക്കുണ്ടായിരുന്നു എന്നും പറഞ്ഞാണ് കേട്ടോ എൻ്റെ കെട്ടിയാനെ പേടിപ്പിക്കുന്നത്. എൻ്റെ അടുത്ത് കള്ളങ്ങളൊന്നും നേടൂല എന്ന് ഞാൻ പറയും, എന്നിട്ട് ഈ മാർക്കും കൂടെ ഞാൻ കാണിച്ചു കൊടുക്കും. ചുമ്മാ പറഞ്ഞാണ് കേട്ടോ. അങ്ങനെ നിവാങ്കുഞ്ഞിൻ്റെ ബാഗ് രണ്ടും ഞാൻ സോപ്പ് പൊടി മുക്കി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് തോട്ടിൽ പോയി കുളിച്ചിട്ട് വരാം. പിന്നെ ഞങ്ങൾ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞിട്ട് പെരയൊക്കെ അകത്തുനിന്ന് പൂട്ടിയിട്ട് ഞങ്ങൾ തോട്ടിലേക്ക് പോവുകയാണ് കുളിക്കാനായിട്ട്. അപ്പം നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ പറമ്പിലാണ് കേട്ടോ. നമ്മുടെ അടുക്കളയുടെ നേരെ താഴെ ഒരു കടമുണ്ട്, പക്ഷേ അത് വെള്ളം കയറുന്ന കാരണം സിമെൻ്റൊക്കെ വെച്ച് അടച്ചു വെച്ചേക്കുവാണ് കേട്ടോ. അപ്പോൾ തൊട്ടപ്പുറത്തെ പറമ്പിൽ ഈ പറമ്പങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കടവിലേക്ക് എത്തും കേട്ടോ. നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ. തോട്ടിൽ നല്ല ഒഴുക്കും ഉണ്ടായിരുന്നു, നല്ല സുഖമായിരുന്നു കേട്ടോ കുളിക്കാൻ. അപ്പോൾ കുറേ ബെഡ്ഷീറ്റൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ അലക്കി തുടങ്ങി കേട്ടോ. പിന്നെ താളിയൊക്കെ പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ചെമ്പരത്തി താളി, അതൊക്കെ തേച്ച് നല്ല സൂപ്പറായിട്ടൊരു കുളി അങ്ങ് പാസ്സാക്കി കേട്ടോ. ചോറൊക്കെ വെച്ചിട്ടാണ് കേട്ടോ തോട്ടിലേക്ക് പോയത്. പിന്നെ ഫ്രിഡ്ജിനകത്ത് കുറച്ച് മീനിരിപ്പുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് വെട്ടി മുളകൊക്കെ തേച്ച് വെച്ചിട്ടാണ് എന്നിട്ട് പോകുന്നത്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ചെന്നിട്ട് അത് കറി വെക്കാമെന്ന് ഓർത്തുകൊണ്ടാണ്. കുറച്ച് മീനേ ഉള്ളൂ, പിന്നെ മോര് കറിയോ അങ്ങനെ എന്തോ കറിയും കൂടി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടി കുളിയും എല്ലാം കഴിഞ്ഞിട്ട് ചെന്നിട്ട് ചോറുണ്ണാന്ന് ഓർത്തുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഏതാണ്ടൊക്കെ കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് വർത്താനമൊക്കെ പറഞ്ഞ് കുറേ സമയം എടുത്താണ് കേട്ടോ അലക്കി കുളിച്ചത്.
കുളി കഴിഞ്ഞ് വന്നപാടെ ഞാനായിരുന്ന മീൻ അങ്ങ് മുളകൊക്കെ ഇട്ട് അങ്ങ് കറി വെച്ചെടുത്തു കേട്ടോ. പിന്നെ കുടംപുളി ഇട്ടാണ് കറി വെച്ചത്, കുറച്ച് തക്കാളിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മീൻകറിയൊക്കെ റെഡിയാക്കിയിട്ട് വയറ് നിറച്ച് ചോറൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും എന്താ പൊന്നൂസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞാണെങ്കിൽ പൊന്നൂസിനെ കണ്ടിട്ട് ഭയങ്കര സന്തോഷം. കുറേ നാൾ കൂടിയാണ് പൊന്നൂസിനെ കണ്ടത്. ഞങ്ങൾ ഈ വീട്ടിലേക്ക് മാറിയ പിന്നെ പൊന്നൂസ് ഇങ്ങോട്ട് വന്നിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് വരുന്ന കുഞ്ഞിനാണെങ്കിൽ പൊന്നൂസിനെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാണ്. ആൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ. പിന്നെ അവൾ വന്നപ്പോഴത്തേക്കും വൈകുന്നേരത്തേനെ ചായക്ക് കഴിക്കാനായിട്ട് ബോണ്ടയൊക്കെ മേടിച്ചുകൊണ്ടാണ് കേട്ടോ വന്നത്. അങ്ങനെ ഞങ്ങൾ ബോണ്ടയൊക്കെ കൂട്ടി ചായയൊക്കെ കുടിച്ചു കേട്ടോ. പിന്നെ അവൾ കുറച്ച് ലിപ്സ്റ്റിക്കും ലിപ് ബാമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതിൽ ഈ മെറൂൺ കളറുള്ള വലിയ ലിപ്സ്റ്റിക്ക് എൻ്റെയാണ് കേട്ടോ, അത് അവളുടെ കയ്യിലായിരുന്നു. അപ്പോൾ അവൾ അത് തിരിച്ചെനിക്ക് കൊണ്ട് തന്ന കേട്ടോ. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു ലിപ്സ്റ്റിക്കാണ്, എൻ്റെ നാത്തും കൊണ്ട് തന്ന കേട്ടോ എനിക്ക്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബായ്.